ഹലോ ഇറ്റ്സ് മീ ദർശന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഐറ്റം കൊണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ പറയാൻ വന്നതല്ല, പക്ഷേ എനിക്കിത് മേടിച്ചിട്ട് നന്നായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കിച്ചൺ ഭയങ്കര മോശമായിട്ടാട്ടോ കിടന്നിരുന്നത്. ഞങ്ങളൊരു 10-12 വർഷത്തിൻ്റെ മുന്നേ പെയിൻറ്റ് ചെയ്തതാണ്, പിന്നെ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കിച്ചണിൽ ഒരു മാറ്റം വരുത്തണമെന്ന് കുറേ ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇത് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് 535 രൂപയാണ് ആയത്. പിന്നെ 10 മീറ്റർ ആട്ടോ, ഒരെണ്ണത്തിൽ 10 മീറ്ററാണുള്ളത്, രണ്ടിലും കൂടിയിട്ട് 20 മീറ്റർ അങ്ങനെ. അപ്പോൾ എൻ്റെ കിച്ചൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്, ആകെ വൃത്തിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ. ആ ഐറ്റംസൊക്കെ കൊണ്ടുപോയി അപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അറിയില്ല ഇതെങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ മേടിക്കുന്നതും. കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഞാൻ ആ റേറ്റിന് 535 രൂപയ്ക്ക് 20 മീറ്റർ എന്ന് പറയുമ്പോൾ ആ റേറ്റിന് ഇത് വർത്താണ് കേട്ടോ. അത്ര അത്ര അങ്ങോട്ട് വലിയ നമുക്ക് ആ റേറ്റിന് ഇത് നല്ലതാണ്, അതെനിക്ക് ഫീലായി. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒട്ടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എനിക്കത് അറിയില്ല, എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നു. പിന്നെ അവസാനം ആകുമ്പോഴേക്കൊക്കെ നല്ല വൃത്തിയിലായി വന്നിട്ട് റെഡി ആയിട്ട് വന്നു. പക്ഷേ എൻ്റെ കിച്ചൺ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. തീരെ വൃത്തിയില്ലാതെ കിടന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും മോശമായിട്ടുള്ളൊരു പരുവത്തിലാണ് കിച്ചൺ കിടന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല വൃത്തിയായി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആൻറ്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഈ സ്വിച്ച് ബോർഡുള്ള ആ ഭാഗങ്ങളൊക്കെ എനിക്ക് അണ്ട് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ആൻറ്റി വന്നിട്ടാണ് പിന്നെ അവിടെയൊക്കെ എനിക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ശരിയാക്കി തന്നതും. ഞാനും ആൻറ്റിയും കൂടിയിട്ട് ഒരുപാട് നേരം മെനക്കെട്ട് നിന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിൽ മേലെ ഞങ്ങൾ മെനക്കെട്ട് നിന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവസാനത്തെ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ കിച്ചൺ പണ്ടത്തെ കിച്ചൺ എല്ലാവരും തന്നെ തോന്നും, ഒരുപാട് മാറ്റം. പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചാന്ന് തോന്നില്ല കേട്ടോ. ഏകദേശം ഒരു ടൈലിട്ട പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ അവസാനം നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ കിച്ചണിൽ എത്രത്തോളം മാറ്റം വന്നു എന്ന്. പിന്നെ എനിക്ക് ഈ മറ്റേ ഷോക്കേസ് ഇല്ലേ, ഷെൽഫ്, അവിടെയും കൂടി ഇതൊന്ന് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് തികഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പെയിൻറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ അടിക്കാൻ. അപ്പോൾ ഞാൻ അത് അടിക്കണം. അപ്പോൾ ഞാനും ആൻറ്റിയും കൂടി കുറേ മെനക്കെട്ട് നിന്നിട്ടാണ് ഞങ്ങളിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ അവിടെ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കുടിവെള്ളം എടുക്കുന്ന പൈപ്പൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ്. അവസാനത്തെ റിസൾട്ടാണ് കേട്ടോ അത്. നല്ല നല്ല വൃത്തിയായിട്ട് കാണാണ്ട് ആദ്യത്തെ ആ കിച്ചണിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.